ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. ദുർബല വിഭാഗങ്ങളോടുള്ള ഉചിതമായ സമീപനമാണ് രാജ്യത്തിന്റെ യശസ്സിനെ നിർണ്ണയിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രീയ ഇച്ഛാശക്തിയും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തി എൻഡിഎ സർക്കാർ രാജ്യസുരക്ഷ ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. വിവിധ സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് എല്ലാ കർഷകർക്കും ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് നൽകുമെന്ന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ഇന്ന് പൊതുയിട ശുചീകരണ പരിപാടിക്ക് തുടക്കമാകും. സംസ്ഥാന വ്യാപകമായി ഇന്നും നാളെയും പഞ്ചായത്ത് തല ശുചീകരണം സംഘടിപ്പിക്കും. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 18ാം സീസണ് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ദുർബല വിഭാഗങ്ങളോടുള്ള സമൂഹത്തിന്റെ ഉചിതമായ സമീപനം രാജ്യത്തിന്റെ യശസ്സ് ഉയർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ നടന്ന പർപ്പിൾ ഫെസ്റ്റ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. അനുകമ്പ, ചേർത്തുനിർത്തൽ, ഐക്യം എന്നിവ ഇന്ത്യൻ സംസ്കാരത്തിന്റെ മൂല്യങ്ങളാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. സുഗമ്യ ഭാരത് അഭിയാനിലൂടെ ദിവ്യാംഗരെ ശാക്തീകരിക്കാനും തുല്യ പങ്കാളിത്തം ഉറപ്പാക്കാനും സർക്കാർ ശ്രമിക്കുന്നതായി ശ്രീമതി മുർമു പറഞ്ഞു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ലോകം സൃഷ്ടിക്കുക എന്നതാണ് പർപ്പിൾ ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. പാർലമെന്റിൽ ഇന്നലെ വിവിധ മന്ത്രാലയങ്ങളുടെ ധനാഭ്യർത്ഥനയിന്മേലുള്ള ചർച്ച നടന്നു. ജൽശക്തി മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥനകൾ ലോക്സഭ പാസാക്കി. രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. കേരളത്തിൽ ആശാപ്രവർത്തകർ നടത്തിവരുന്ന സമരം കോൺഗ്രസ് അംഗം കെ സി വേണുഗോപാൽ ലോക്സഭയിൽ ഉന്നയിച്ചു. വിഷയം തന്റെ ചേംബറിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ മറുപടി നൽകി. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ജമ്മുകാശ്മീരിൽ ഭീകരവാദം മൂലമുള്ള മരണം 70% കുറഞ്ഞതായി അദ്ദേഹം രാജ്യസഭയിൽ അറിയിച്ചു. കഴിഞ്ഞ ദശകത്തിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തി എൻഡിഎ സർക്കാർ രാജ്യസുരക്ഷ ശക്തിപ്പെടുത്തിയതായി ശ്രീ ഷാ പറഞ്ഞു. 2025ൽ ഇന്ത്യയെ ക്ഷയരോഗമുക്ത രാജ്യമായി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. രാജ്യത്തെ ക്ഷയരോഗ നിരക്ക് 17.7%മായും ക്ഷയരോഗം മൂലമുള്ള മരണം 21%മായും കുറഞ്ഞതായി അവർ ലോക്സഭയിൽ അറിയിച്ചു. 347 ജില്ലകളിൽ 100 ദിവസത്തെ ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെന്നും ശ്രീമതി അനുപ്രിയ പട്ടേൽ അറിയിച്ചു. വിവിധ സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭ്യമാക്കുന്നതിന് എല്ലാ കർഷകർക്കും ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് നൽകുമെന്ന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രവചനാതീതമായ പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന വിളനാശത്തിനെതിരെ സമഗ്ര സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പദ്ധതിയെന്ന് അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. इस सरकार ने प्रधानमंत्री फसल बीमा योजना में स्थानीय आपदा का प्रावधान करके ये तय कर दिया कि एक भी किसान की फसल अगर खराब होगी तो क्षति की पूर्ति की जाएगी, उसको क्लेम दिया जाएगा. फसल बीमा योजना लोगों की जिंदगी बदलने का माध्यम बन गई है. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം 80 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൌജന്യ അരിയും ഗോതമ്പും നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 120ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. പരിപാടിയിലേക്കുള്ള ജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 28 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ, നരേന്ദ്രമോദി ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അറിയിക്കാവുന്നതാണ്. 4ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സമുദ്ര സുരക്ഷാ സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്നു. സമഗ്ര വളർച്ചയ്ക്കും ആഗോളക്ഷേമത്തിനും അനുയോജ്യമായ സുരക്ഷിത സമുദ്ര അന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള നടപടികൾ ചർച്ചയായി. സമുദ്രമേഖലയിലെ സഹകരണം, സുരക്ഷ എന്നിവ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. ഇന്ന് ലോക ജലദിനം. ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആഗോളതലത്തിൽ ജലദൌർലഭ്യം മൂലമുണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ചും അവബോധം വളർത്താനാണ് എല്ലാ വർഷവും മാർച്ച് 22-ന് ലോക ജലദിനം ആചരിക്കുന്നത്. ജീവൻ നിലനിർത്തുന്നതിലും ജലചക്രത്തിലും ഹിമാനികളുടെ നിർണായക പങ്ക് മുൻനിർത്തി ഹിമാനി സംരക്ഷണം എന്ന പ്രമേയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ വർഷത്തെ ലോക ജലദിനം ആചരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ വാർഷിക സെനറ്റ് യോഗത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും.
ലഹരി വിരുദ്ധ ക്യാമ്പസ് എന്ന ദൌത്യത്തിന്റെ പ്രചാരണാർത്ഥം ചാൻസലർ സെനറ്റിനെ അഭിസംബോധന ചെയ്യും. വിദ്യാർത്ഥികളിലും യുവതലമുറയിലും ലഹരി ഉപയോഗം പടരുന്ന സാഹചര്യത്തിലാണ് സർവകലാശാല ലഹരി വിരുദ്ധ പ്രചാരണ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നത്. സംസ്ഥാന വ്യാപകമായി ഇന്നും നാളെയും പഞ്ചായത്ത് തല പൊതുവിട ശുചീകരണ പരിപാടി സംഘടിപ്പിക്കും. മാലിന്യമുക്ത നവകേരളത്തിന്റെ തദ്ദേശ സ്ഥാപനതല പ്രഖ്യാപനങ്ങൾ ഈ മാസം 30-ന് നടക്കുന്നതിന് മുന്നോടിയായാണ് പ്രവർത്തനം. ഇന്നും നാളെയും പൊതുജനങ്ങളുടെ കൂടി സഹകരണത്തോടെ പഞ്ചായത്ത് തലത്തിൽ മെഗാ ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിക്കും. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭൌമ മണിക്കൂർ ആചരിക്കും. രാത്രി 8:30 മുതൽ 9:30 വരെ വീടുകളിലും സ്ഥാപനങ്ങളിലും അത്യാവശ്യമല്ലാത്ത വൈദ്യുത വിളക്കുകൾ അണച്ചായിരിക്കും ദിനാചരണം. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാന ശനിയാഴ്ചയാണ് ഭൌമ മണിക്കൂർ ആചരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണം, മെഡിക്കൽ വിദ്യാഭ്യാസം, ജീവശാസ്ത്ര ഗവേഷണം എന്നിവയിൽ മികവ് പുലർത്തുന്ന സ്ഥാപനമാണ് എയിംസ് എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹി എയിംസിന്റെ 49ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വൈകാരിക പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഗുരുതര വെല്ലുവിളികളെ നേരിടുന്നതിന് എയിംസിന്റെ നേതൃത്വത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി ആരംഭിക്കണമെന്ന് ശ്രീമതി മുർമു ആവശ്യപ്പെട്ടു. I want to emphasize on a serious issue of emotional health, which poses a really serious challenges in today's world. There is no scope for despair for anyone, particularly the younger generation. I will urge the learned faculty of AIIMS to launch an awareness drive on the issue of mental health to make people aware of this hidden sickness. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 18ാം സീസണ് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30-നാണ് മത്സരം. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025ന്റെ രണ്ടാം ദിനമായ ഇന്നലെ 9 സ്വർണ്ണ മെഡലുകളുമായി തമിഴ്നാട് മുന്നിൽ. 7 സ്വർണ്ണവുമായി ഹരിയാന തൊട്ടുപിന്നിലുണ്ട്. മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും 5 സ്വർണ്ണം വീതം നേടി. പുരുഷന്മാരുടെ 800, 100 മീറ്റർ, T53, T54 ഇനങ്ങളിൽ 2 സ്വർണ്ണ മെഡലുകൾ നേടി തമിഴ്നാടിന്റെ രമേശ് ശങ്കുമാൻ മികച്ച പ്രകടനം കാഴ്ചവച്ചു. സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും സെമി ഫൈനലിൽ കടന്നു. ചൈനീസ് താരങ്ങളെ 21-18, 21-14 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന സെമി ഫൈനലിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സഖ്യത്തെ ഇരുവരും നേരിടും. തീപിടുത്തത്തെ തുടർന്നടച്ച യുകെയിലെ ഹീത്രോ വിമാനത്താവളത്തിൽ സർവീസുകൾ പുനരാരംഭിച്ചു. തീപിടുത്തത്തിൽ 18 മണിക്കൂർ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതോടെയാണ് വിമാനത്താവളം അടച്ചത്. ഏകദേശം 2 ലക്ഷം യാത്രക്കാർ കുടുങ്ങി. ആയിരക്കണക്കിന് വിമാന സർവീസുകളാണ് തടസ്സപ്പെട്ടത്. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗസയിൽ തടവിലാക്കപ്പെട്ട ശേഷിക്കുന്ന ബന്ദികളെ ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ് സൈന്യത്തോട് ഉത്തരവിട്ടതായി റിപ്പോർട്ട്. യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും ആവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ജെറുസലേമിലെ വസതിക്ക് പുറത്ത് 100 കണക്കിന് ആളുകൾ പ്രതിഷേധിച്ചു. വെടിനിർത്തൽ നീട്ടാനുള്ള നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിക്കുകയായിരുന്നെന്ന് ഇസ്രായേൽ ആരോപിച്ചു. അതേസമയം പൂർണ്ണ ഉത്തരവാദിത്തത്തോടെയും ഗൌരവത്തോടെയും മധ്യസ്ഥരുമായി ചർച്ച നടത്തുന്നുണ്ടെന്ന് ഹമാസ് പ്രതികരിച്ചു. ഭാരതീയ സംസ്കാരത്തിൽ വിഭാഗീയതയ്ക്ക് സ്ഥാനമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മഹാകുംഭമേളയിൽ മഹാമണ്ഡലേശ്വരായി അഭിഷിക്തനായ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിനെ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ധർമ്മം ഉയർത്തിപ്പിടിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള കേരളത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിലും വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ആദ്യ യോഗം ഇന്ന് ചെന്നൈയിൽ ചേരും. കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും മംഗോളിയയും. ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്തു. വികസന പങ്കാളിത്തം, വിദ്യാഭ്യാസം, IT, ഊർജ്ജം, ഖനനം, പ്രതിരോധം, സുരക്ഷ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ സഹകരണവും ഇരുപക്ഷവും വിലയിരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ദുർബല വിഭാഗങ്ങളോടുള്ള ഉചിതമായ സമീപനമാണ് രാജ്യത്തിന്റെ യശസ്സിനെ നിർണ്ണയിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രീയ ഇച്ഛാശക്തിയും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തി NDA സർക്കാർ രാജ്യസുരക്ഷ ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിവിധ സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് എല്ലാ കർഷകർക്കും ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് നൽകുമെന്ന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ഇന്ന് പൊതുവിട ശുചീകരണ പരിപാടിക്ക് തുടക്കമാകും. സംസ്ഥാന വ്യാപകമായി ഇന്നും നാളെയും പഞ്ചായത്ത് തല ശുചീകരണം സംഘടിപ്പിക്കും. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 18ാം സീസണ് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.